ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ നേരായ വഴിയിൽ മാത്രം നമ്മൾ പോയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മാറി ദുഃഖങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് പാഠമാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. First, Nine of Pentacles, Page of Pentacles, High Priestess, Six of Wands, Seven of Wands, Nine of Swords, Page of Wands, Knight of Wands, Six of Cups, Seven of Cups. ബോട്ടം വന്നിരിക്കുന്നത് ദ വീലാണ്. ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പുറകെ നിങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, എല്ലാം നിങ്ങളുടെ എഫേർട്ട്, അത്രയും ഒരു ഹാർഡ് വർക്ക് അതിന് വേണ്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ ഹോമിച്ചിട്ടുണ്ട്. സാക്രിഫൈസ്, ത്യാഗം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പണം, സമൃദ്ധി, അബണ്ടൻസ്, എല്ലാറ്റിനേക്കാളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ ലൈഫിൽ സ്നേഹത്തിനും റിലേഷൻഷിപ്പിനും ബന്ധങ്ങൾക്കുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവിച്ചിട്ടുണ്ട്. അത്രയും വേദനകളിലൂടെ, അത്രയും അപമാനങ്ങളിലൂടെ, അത്രയും നിങ്ങൾക്ക് ഒരു വാല്യൂ തരാതെ നിങ്ങൾ ഇത്രയും ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്ത് അത്രയും ത്യാഗം ചെയ്തിട്ടും അവർ നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ നിന്നിട്ട് അവർക്ക് നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു. അവരുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് എല്ലാം അവരായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന വേറെയും ചില വ്യക്തികളുണ്ടാവും. നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ സക്സസ്, നിങ്ങൾ കുറേ കരിയർ എല്ലാം ഉണ്ടാവും. പക്ഷേ എല്ലാറ്റിനേക്കാളും ഉപരി നിങ്ങൾ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുത്തു. അവർക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവരെ പോലും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ 1% കുറേയെങ്കിലും കൊടുത്തെങ്കിൽ അവരത്രയും നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തേനെ. പക്ഷേ നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ പലപ്പോഴും കാണാറില്ല. അതിനേക്കാളുപരി അവരിരുന്നാലും എനിക്കിത് തന്നെ വേണം, ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ സ്നേഹം മൊത്തം ഇതാണ്, നിങ്ങളുണ്ടെങ്കിലേ എനിക്ക് പറ്റൂ, നിങ്ങളാണ് എൻ്റെ എല്ലാ സർവസ്വം എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ചില വ്യക്തികൾക്ക് ഇത് 1-2 ദിവസമോ 1 മാസമോ 2 മാസമോ അല്ല, കുറേ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ നിങ്ങൾ ഹോമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പക്ഷേ കിട്ടിയിട്ടുള്ളത് അത്രയും ദുഃഖവും വേദനയും. ഇവിടെ നൈൻ ഓഫ് സോർട്സ്, ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ അത്രയും വേദനിക്കുന്ന, അത്രയും സ്ട്രെസ്, ഡിപ്രഷനിൽ പോയ വ്യക്തികളുണ്ടാവാം ഇതിൽ. ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പേയൊക്കെ അത്രയും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന, ജീവിതത്തെ ഹാപ്പി ആയിട്ടിരുന്ന, എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള, അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്ത് ഫസ്റ്റിലൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്ത് പാഠം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നില്ല. നിങ്ങളിപ്പോഴും അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിൽ നിന്ന് വീണ്ടും വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്സ്, അവരുമായിട്ട് പുതിയൊരു തുടക്കം. ഇതുവരെ എന്ത് സംഭവിച്ചോട്ടെ, എന്ത് പ്രശ്നങ്ങൾ എന്നെ ചൂസ് ചെയ്യാൻ നിന്നോട്ടെ, വേറെ സിറ്റുവേഷൻസിൽ പോയിക്കോട്ടെ, വേറൊരു വ്യക്തിയെ ചൂസ് ചെയ്തോട്ടെ, എന്നിട്ടും എനിക്ക് ഈ വ്യക്തി തന്നെ വേണം, ഈ വ്യക്തി ഉണ്ടെങ്കിലേ ഞാൻ സന്തോഷിക്കൂ, ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് പുതിയ സ്റ്റാർട്ട് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ നിന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് കിട്ടി. പക്ഷേ ഈ പ്രപഞ്ചം എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ആ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ എത്രയും ആഗ്രഹിച്ചിട്ടും അത്രയും പ്രാർത്ഥിച്ചിട്ടും കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ, ഇവിടെ നൈൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആകണം. നിങ്ങളുടെ ലൈഫ് പർപ്പസ് അതാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് നിങ്ങൾ അത്രയും മൈൻഡിനെ അത്രയും ഇന്നൊരാൾക്ക് അടിമയാകാതെ
സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്നാൽ പോലും ഞാൻ ഹാപ്പി ആണെന്ന് ജീവിക്കുന്ന രീതിയിൽ ജീവിക്കേണ്ട വ്യക്തിയാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ പർപ്പസ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ മുള്ളു തുറന്ന് കരഞ്ഞപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ആരും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, എൻ്റെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കണം എന്ന് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതിലെത്തിച്ചേരണമെങ്കിൽ നിങ്ങളിങ്ങനെ ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകണം. എന്നാൽ കടന്നു പോകുമ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലെത്തും. നിങ്ങൾ ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന സെയിം പാറ്റേൺ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ചില വ്യക്തികളുടെ ജീവിതത്തിൽ. ആ വ്യക്തി ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരും പോകും, സെയിം പാറ്റേൺ, നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു വാല്യൂ തരുന്നില്ല, എന്നിട്ടും നിങ്ങൾ വീണ്ടും അവരുടെ പുറകെ പോകും. പക്ഷേ അവിടെ നിങ്ങൾ പഠിക്കേണ്ട പാഠം, നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം ബാലൻസ് ചെയ്ത് നിങ്ങൾ അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറേണ്ടതാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരാൾ വന്നാൽ മാത്രമേ ഞാൻ ഹാപ്പി ആയിരിക്കൂ എന്നുള്ള ഇത് മാറി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അത്രയും കഴിവുകളുണ്ട്. അത് മുഖേന നിങ്ങൾക്ക് ഏൺ ചെയ്യാനും അത്രയും ഒരു സക്സസ് ആയിട്ടുള്ള ലേഡി. ഇവിടെ 6 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അത്രയും ഒരു വിക്ടറി നിങ്ങൾക്ക് കിട്ടും. അതിനുള്ള എല്ലാ കഴിവും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അതിനുള്ള കുറേ പേരൊക്കെ നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾ മോൺ ചെയ്യുന്നുണ്ടാവും. അതിൽ കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഐഡിയ ഉണ്ടാവും, തുടങ്ങാതെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഈ വ്യക്തിയെ തന്നെ ചേസ് ചെയ്ത് നിങ്ങളുടെ കഴിവുകളെല്ലാം അവിടെ ഹോമിച്ച് നിൽക്കുന്നെങ്കിൽ നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടേതായ ആ കംഫർട്ട് സോണെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടേതായ ഒരു കരിയർ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഒരു ചെറുതായിട്ടാണെങ്കിലും നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് മുഖേന നിങ്ങൾക്ക് വരുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ്, മണി ഏൺ ചെയ്യാനും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനും കഴിയും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ പറയുന്നുണ്ടാവും വന്ന്, ഇതിൽ നിൽക്കേണ്ട വ്യക്തിയല്ല, നീ വിട്ടുകള എന്ന് നിങ്ങളോട് തന്നെ 1000 പ്രാവശ്യം പറയുന്നുണ്ടാവും നിങ്ങളുടെ ഇൻഡ്യൂഷൻ. ആ പ്രപഞ്ച ശക്തിയാണ് നമ്മുടെ ഇൻഡ്യൂഷനായിട്ട് വന്ന് പറയുന്നത്. എന്നിട്ടും നിങ്ങൾക്കറിയാം ഇതെനിക്ക് ഓക്കെ അല്ല, ഞാൻ ഈ സിറ്റുവേഷൻ നിൽക്കേണ്ട വ്യക്തി, ഞാൻ ഈ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് പോകേണ്ട വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ പോലും നിങ്ങളതങ്ങനെ ചൂസ് ചെയ്യാതെ നിൽക്കുന്നു. വീണ്ടും ആ വ്യക്തിയെ തന്നെ ചേസ് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സെയിം പാറ്റേൺ വരുന്നത്. കാരണം നിങ്ങളിവിടെ എത്തണം, നിങ്ങൾക്ക് എല്ലാ പവറും, നിങ്ങൾ അത്രയും ഒരു സക്സസ് ഹൈ മറ്റുള്ളവർ മാനിക്കപ്പെടുന്ന രീതിയിൽ എത്തേണ്ട വ്യക്തിയാണ്. ഇവിടെ നൈറ്റ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അത്രയും നിങ്ങൾക്ക് ഒരു കുതിര ഇങ്ങ് പാഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അത്രയും ഒരു എല്ലാവരും മാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും. നമ്മളെപ്പോഴും ആ കംഫർട്ട് സോണിൽ നിന്ന് ഈ വ്യക്തി തന്നെയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകളൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം വന്ന് നിങ്ങൾക്ക് കുറേ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ വഴിക്ക് ഈ റൂട്ടിൽ പോയി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടി ഒരുപാട് സക്സസും ഒരുപാട് വ്യക്തികളും നിങ്ങളെ തേടി നല്ല വ്യക്തികൾ, നിങ്ങൾക്ക് ആപ്റ്റായ വ്യക്തികൾ വരും, അല്ലെങ്കിൽ ഈ വ്യക്തികൾ തന്നെ മാറി വരും നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ ഇവിടെ 7 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ അത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ 4 സൈഡിൽ നിന്ന് നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ 4 സൈഡിൽ നിന്ന് നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഈ വ്യക്തിയിൽ നിന്നായിരിക്കാം, ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങളിങ്ങനെ അതിനെ പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പക്ഷേ ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു വന്ന് തന്നെ നിങ്ങൾ കുറേ സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കുറച്ചൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ നിങ്ങൾക്ക് വരാൻ തുടങ്ങിയത് ഈ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയി നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ആയാൽ മാത്രമേ ഫൈനലി നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിലും ഞാൻ തനിയായിരുന്നാൽ പോലും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴേ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മളത് ആ ഒരു ഡിസിഷൻ എടുത്താൽ അവിടെ തീരും. സെയിം പാറ്റേൺ ആവർത്തിക്കില്ല. സെയിം പാറ്റേൺ വരുന്നത് ആ വേദന, ദുഃഖം, പല പ്രശ്നങ്ങൾ മാറിക്കൊണ്ട് വരുന്നത് നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എനിക്കിനി ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് ഇൻഡിപെൻഡൻ്റായി ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ മനസ്സിനെ വളരെ ബാലൻസ്ഡ് ആക്കി ഞാൻ അത്രയും ഒരു ഹാപ്പി ആയിട്ടിരിക്കും. ആരുണ്ടോ ഇല്ലയോ, ആരെനിക്ക് സ്നേഹം തരുന്നോ ഇല്ലയോ, പക്ഷേ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുത്ത് ഇവിടെ ന്യൂ സ്റ്റാർട്ട് പേജ് ഓഫ് വാണ്ട്സ് ഇവിടെ 2 പേജാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ന്യൂ സ്റ്റാർട്ട് തുടങ്ങാൻ പറയുന്നു. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യും. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണാണ്.
നിങ്ങൾക്ക് അത്രയും ഒരു സക്സസ് നിങ്ങൾക്ക് എല്ലാം ഫേവറായി നിങ്ങൾക്ക് വരും. ആ പ്രപഞ്ചശക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വന്ന്. നിങ്ങളെ എവിടെ എത്തിച്ചേരണോ അവിടെ എത്തിച്ചേർക്കും. നിങ്ങൾക്ക് ഫസ്റ്റ് വരാൻ പോകുന്ന സക്സസ്, മണി, അബണ്ടൻസ്, അതെല്ലാം വരുമ്പോഴേക്കും നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പം ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. പിന്നെ കുറച്ച് പേർക്കൊക്കെ ആ വ്യക്തി തന്നെ മാറും. നിങ്ങളിങ്ങനെ അതിൽ ചേസ് ചെയ്തിരിക്കുമ്പോൾ ആ വ്യക്തി മാറില്ല. പക്ഷേ എപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു കരിയറിന് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചേസ് ചെയ്യുന്നതെന്നും നിർത്താനും കഴിയും. അതിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനും കഴിയും. ആ വ്യക്തി തന്നെ നിങ്ങളെ തേടി വരും. പിന്നെ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആപ്റ്റായ അത്രയും ഒരു നല്ല വ്യക്തി കടന്നു വരും. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്തിട്ടും നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാലും വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ദുഃഖം വരുന്ന കാരണം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിക്ടറി, ഭാഗ്യം എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.